മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ നടക്കുന്ന വീഴ്ചകളെപ്പറ്റി തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ആരോഗ്യവകുപ്പ്. DMA ആണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. നോട്ടീസ് സാങ്കേതികമാണെന്ന് പറയുന്നുണ്ടെങ്കിലും വിശദീകരണത്തിൽ തൃപ്തിയില്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും സൂചനകളുണ്ട്. ഇക്കഴിഞ്ഞ ജൂണിലാണ് യൂറോളജി വിഭാഗത്തിൽ വേണ്ടത്ര ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന് അദ്ദേഹം തുറന്നടിച്ചത്. ഇതേ തുടർന്ന് സിസ്റ്റത്തിന്റെ വീഴ്ച കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഹാരിസിനെതിരെ നടപടികളൊന്നും സ്വീകരിക്കില്ലെന്ന് അന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹാരിസിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ഡോക്ടർ ഹാരിസിന്റെ പരാമർശം ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. കണ്ണൂരിൽ മന്ത്രിമാരും ഉന്നതോദ്യോഗസ്ഥരും പങ്കെടുത്ത 4 ജില്ലകളുടെ മേഖലാതല അവലോകന യോഗത്തിലായിരുന്നു പരാമർശം. സിസ്റ്റത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും തിരുത്തലാണ് ഡോക്ടർ ആവശ്യപ്പെട്ടതെന്നും പറഞ്ഞ് ഡോക്ടർ ഹാരിസിനെ പിന്തുണച്ച ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തള്ളിയാണ് മുഖ്യമന്ത്രി നിലപാടെടുത്തത്. വെളിപ്പെടുത്തൽ വന്ന ആദ്യ 3 ദിവസവും ഡോക്ടർ ഹാരിസിനെ ശരിവെക്കുന്ന നിലപാടാണ് ആരോഗ്യമന്ത്രി സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയാകട്ടെ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നതുമില്ല. മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് പിന്നാലെ മന്ത്രി സജി ചെറിയാനും വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. വിഷയത്തിൽ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഡോക്ടർ ഹാരിസിന്റെ ആരോപണങ്ങൾ തള്ളിയിരുന്നില്ല. ഡോക്ടർ നടത്തിയത് ഔദ്യോഗിക ചട്ടലംഘനമാണെന്നും നടപടി വേണ്ടെന്നുമാണ് സമിതി റിപ്പോർട്ട് നൽകിയത്. എന്നാൽ നിലവിൽ നൽകിയിരിക്കുന്ന കാരണം കാണിക്കൽ നോട്ടീസ് ഹാരിസിനെതിരായ നടപടികൾ അവസാനിപ്പിക്കാനാണെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസനെ കുടുക്കാൻ പുതിയ ആരോപണവുമായി ആരോഗ്യവകുപ്പ്. യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഉപസമിതി നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. 20 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഓസിലോസ്കോപ്പ് എന്ന ഉപകരണമാണ് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കാണാതായത്. ശശി തരൂർ MPയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചതാണ് കാണാതായ ഉപകരണം. യൂറോളജി വകുപ്പിൽ ചില ഉപകരണങ്ങൾ ബോധപൂർവം കേടാക്കിയെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിലെ ഉപകരണങ്ങൾ സംബന്ധിച്ച കാര്യത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാകുമെന്നും വകുപ്പ് തല അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ പോലീസ് അന്വേഷണം വേണമെന്ന വിലയിരുത്തലിലാണ് ആരോഗ്യവകുപ്പ്.